ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റിലെ രണ്ട് തരം സ്റ്റേറ്റ്മെൻറ്റുകളാണുള്ളത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കിയത്. അതായത് സിമ്പിൾ ഇഫ് വിത്ത് എൽസ്, നെസ്റ്റഡ് ഇഫ്, എൽസ് ഇഫ് ലാഡർ, ഇങ്ങനെ 4 വേരിയേഷനാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ളത്. അത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം വരുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നോക്കാം. ഈ കാണുന്നതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ജനറൽ ഫോം. അതിൽ സ്വിച്ച് എന്ന കീവേഡ്, അതിനുശേഷം ഒരു എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ്റെ വാല്യൂവിനനുസരിച്ചാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്ലോക്കിൽ കാണാം കേസ് എന്നൊരു കീവേഡ്. കേസ് ഒരു കീവേഡാണ്. കേസ് ദെൻ വാല്യൂ 1. വാല്യൂ 1 എന്നതൊരു കേസ് വാല്യൂ ആണ്. ഈ വാല്യൂ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെങ്കിൽ, അതായത് എക്സ്പ്രഷൻ്റെ റിസൾട്ട് ഈ വാല്യൂവിന് ഈക്വൽ ആണെങ്കിൽ ആ കറസ്പോണ്ടിങ് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് കേസസ് ആണുള്ളത്. കേസ് വാല്യൂ 2, ദെൻ അതിൻ്റെ ബ്ലോക്ക് എക്സെട്ര. കേസ് വാല്യൂ n, ബ്ലോക്ക് n, അങ്ങനെ nth ബ്ലോക്ക്. ദെൻ അനദർ ഒരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഒരു കീവേഡ്, അതിലുള്ള ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ കേളി ബ്രേസ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജനറൽ ഫോം. ഈ ജനറൽ ഫോമിൽ എക്സ്പ്രഷൻ്റെ വാല്യൂ, ഇവിടെ കേസിൽ വരുന്ന വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര വാല്യൂ n എന്നത് ഡിഫറെൻറ്റ് വാല്യൂസാണ്. ഈ വാല്യൂസ്, എക്സ്പ്രഷൻ്റെ വാല്യൂ ഏത് കേസ് വാല്യൂവിനാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ആ കേസിലെ ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ആദ്യം എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ റിസൾട്ട് ഈ കേസ് വാല്യൂ വെച്ച് ഓക്കെ ട്രൂ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്പ്രഷനുമായിട്ടുള്ള ആ കേസ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ കേസ് വാല്യൂവിൻ്റെ ബ്ലോക്ക് 1 എന്നുള്ള ബ്ലോക്കായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഒരു ബ്രേക്ക് എന്നൊരു കീവേഡ് കാണാം. ഈ ബ്രേക്ക് കീവേഡ് ഉപയോഗിക്കുന്നത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതോടുകൂടി കൺട്രോള് നേരെ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് പുറത്തേക്ക് വരും. ഇനി സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലെ കേസ് വാല്യൂ 1 നോട്ട് ഈക്വൽ ആണെങ്കിൽ, എക്സ്പ്രഷനായിട്ട് വാല്യൂ 1 നോട്ട് ഈക്വൽ ആണെങ്കിൽ അടുത്തത് കേസ് വാല്യൂ 2 കമ്പയർ ചെയ്യും, എക്സ്പ്രഷനുമായി വാല്യൂ 2 കമ്പയർ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ബ്ലോക്ക് 2 വിൽ എക്സിക്യൂട്ട്. ദെൻ ദ കൺട്രോൾ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. ഇങ്ങനെ ഓരോ കേസിലും വാല്യൂസ് എക്സ്പ്രഷനുമായിട്ട് മാച്ച് ചെയ്യും. മാച്ചിങ് ബ്ലോക്ക് ഏതാണോ ആ ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഒരു ബ്ലോക്കിലും മാച്ചിങ് വരുന്നില്ലെങ്കിൽ ഡിഫോൾട്ട് എന്ന ബ്ലോക്കിൽ എഴുതിയത് എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ കൺട്രോൾ ട്രാൻസ്ഫർ ടു ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. എക്സ്പ്രഷൻ ഈസ് ആൻ ഇൻറ്റിജർ എക്സ്പ്രഷൻ ഓർ ക്യാരക്ടർ. Value 1, value 2 etc. are the constants or constant expressions and are called case labels. അതായത് ഇതിൽ കാണുന്ന എക്സ്പ്രഷൻ, സ്വിച്ച് കേസിൻ്റെ എക്സ്പ്രഷൻ ഒരു ഇൻറ്റിജർ ഓർ ക്യാരക്ടർ എക്സ്പ്രഷൻ ആയിരിക്കും. അതായത് ആ എക്സ്പ്രഷൻ്റെ വാല്യൂ ഒരു ഇൻറ്റിജറോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറോ ആയിരിക്കും. ഈ വാല്യൂവിന് അനുസരിച്ച്, ഈ വാല്യൂ വെച്ചാണ് കേസ് വാല്യൂസ് കമ്പയർ ചെയ്യുന്നത്. ഇനി കേസ് വാല്യൂസിനെ നമ്മൾ കേസ് ലാബൽസ് എന്നും പറയും. നെക്സ്റ്റ്, ഈച്ച് ഓഫ് ദി വാല്യൂസ് ഷുഡ് ബി യുണീക്ക് വിത്ത് ഇൻ എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്.
സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലെ ഈ വാല്യൂ 1 വാല്യൂ 2 എന്ന വാല്യൂസ് അല്ലെങ്കിൽ കേസ് ലാബൽസ് യുണീക്ക് ആയിരിക്കണം. അതായത് അതിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. അതായത് ഒരു വാല്യൂ അതിന് ഡിഫറെൻ്റ് ആയിരിക്കണം മറ്റു വാല്യൂസ്. അപ്പോൾ ഡിഫറെൻ്റ് വാല്യൂസ് ആയിരിക്കണം കേസ് വാല്യൂസ് ആയിട്ട് കൊടുക്കേണ്ടത്. ദെൻ നോട്ട് ദാറ്റ് കേസ് ലാബൽ എൻഡ് വിത്ത് എ കോളൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ജനറൽ ഫോമിൽ നോക്കുക, ഇതിൽ കേസ് ദെൻ കേസ് വാല്യൂ എഴുതിയ ശേഷം ഒരു കോളനാണ് കൊടുക്കുന്നത്, സെമി കോളൻ അല്ല, ഒരു കോളനാണ് കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ദെൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് നോക്കാം. വെൻ എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ് the value of the expression is successfully compared against the values of case value 1, value 2, etc. ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്ത് എക്സ്പ്രഷൻ്റെ വാല്യൂ ഓരോ വാല്യൂസുമായിട്ടും കേസ് ലാബൽസുമായിട്ട് മാച്ചിങ് വന്ന then the block statements that follow cases are executed. മാച്ച് വന്ന ശേഷം ആ ബ്ലോക്കിലുള്ള കറസ്പോണ്ടിങ് ബ്ലോക്ക് ഏതാണോ, ഏത് കേസ് വാല്യൂയുടെ ബ്ലോക്കാണോ ആ ബ്ലോക്കായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. Break statement at the end of the each block signals end of the particular case and causes an exit from the switch statement. അതായത് ഓരോ ബ്ലോക്കിലും ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ബ്രേക്ക് ചെയ്ത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിന് പുറത്തേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കണ്ടിട്ടുള്ളത്. നോക്കുക, ഇവിടെ ഒരു വവൽസും നോൺ വവലും ഫൈൻഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണ് ഈ തന്നിട്ടുള്ളത്. ഇവിടെ നോക്കുക, സ്വിച്ച് സി എച്ച് എന്നതൊരു ക്യാരക്ടർ വേരിയബിളാണ്. ഈ ക്യാരക്ടർ വേരിയബിളിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ദെൻ കേസ് എ, അതായത് ക്യാരക്ടറിൻ്റെ വാല്യൂ സി എച്ച് എന്ന ക്യാരക്ടർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തത് എ ആണെങ്കിൽ വവൽ എന്ന് പ്രിൻറ്റ് ചെയ്യും. അതേപോലെ കേസ് ഇ ആണെങ്കിൽ എഗെയിൻ വവൽ എന്ന് പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ വവൽസ് വരുന്ന കേസ് എല്ലാം വവൽ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഡിഫോൾട്ട് കേസിൽ നോട്ട് വവൽ എന്നും പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ സി എച്ചിൽ സ്റ്റോർ ചെയ്ത സി എച്ച് എന്ന ക്യാരക്ടർ വേരിയബിളിൽ സ്റ്റോർ ചെയ്ത ക്യാരക്ടർ ഏതാണോ ആ ക്യാരക്ടറിനനുസരിച്ചുള്ള കേസ് വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സി എച്ച് എന്ന ക്യാരക്ടറിൽ ഒരു ഐ എന്ന ഒരു വേരിയബിൾ ഒരു ക്യാരക്ടറാണ് സ്റ്റോർ ചെയ്തതെങ്കിൽ ഈ കേസിലെ ഐ എന്ന സാറ്റിസ്ഫൈ ചെയ്യുന്ന ബ്ലോക്ക്, അതായത് തേർഡ് ബ്ലോക്ക്, ഈ ബ്ലോക്കായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. അനദർ എക്സാമ്പിൾ, സി എച്ച് വിൽ സ്റ്റോർ എം എന്ന ക്യാരക്ടറാണ് സി എച്ച് എന്ന ക്യാരക്ടർ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുള്ളെങ്കിൽ ഇവിടെ ഒരു കേസിലും മാച്ച് വരുന്നില്ല. സോ ഡിഫോൾട്ട് ബ്ലോക്കിലെ നോട്ട് വവൽ എന്നായിരിക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ.